രാവിലെ ആയിക്കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് എന്താകും കറി എന്നോർത്ത് ഒരു ടെൻഷനാ വീട്ടമ്മമാർക്കൊക്കെ. ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കുറുമയാട്ടോ ഇത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറി കൂടിയായിട്ടോ ഇത്. എന്നാൽ എളുപ്പത്തിൽ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതുണ്ടാക്കാനായി ആദ്യമേ തന്നെ ഒരു മസാല ഒന്ന് റെഡിയാക്കണം കേട്ടോ. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 6-7 കുഞ്ഞുള്ളിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണവും 1 കപ്പ് തേങ്ങയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകവും ഒരു 4-5 അണ്ടിപ്പരിപ്പും 1 ടീസ്പൂൺ കശകശയും കൂടെ ചേർത്ത് ഒരു അരമണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ മിക്സ് അങ്ങ് അരച്ചെടുത്തിട്ട് വരാട്ടോ. ഏതാണ്ട് ഈ പരുവം പോലെ നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാട്ടോ. ഇത് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 2 ഏലക്കയും 2 ഗ്രാമ്പും 2 പട്ടയും 2 ചെറിയ പീസ് പട്ടയാട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ. ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാട്ടോ. ഇനി അതിലേക്ക് ഒരു വലിയ സവാള കണക്ക് പൊടിയായിട്ട് അരിഞ്ഞതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സവാള ചെറുതാണെങ്കിൽ 2 വരെയും എടുക്കാട്ടോ. ഇത് ഒന്നങ്ങ് വഴറ്റിയെടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. ഈ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവട്ടോ. ഇത് ഒരുപാടങ്ങ് ബ്രൗൺ നിറത്തിലൊന്നും എത്തണ്ട. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇനിയിപ്പോൾ ചെറുതാണെങ്കിൽ 2 വരെയും എടുക്കാട്ടോ. ഇത് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ഈ തക്കാളിക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളിക്ക് ഇപ്പോൾ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുക. പൊടികളിലേക്ക് പച്ചമണം മാറുന്നത് വരെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച മിക്സും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ആ മസാലയും വെള്ളവും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇത് എല്ലാം ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കി പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കി ചേർക്കണം കേട്ടോ. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തതാണ്. അതുകൊണ്ട് നോക്കി പാകത്തിനനുസരിച്ച് ചേർത്താൽ മതിയാവും. വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കാര്യം ഈ ഗ്രേവി കുറച്ച് തിക്കായിട്ട് തോന്നുന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവട്ടോ. ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കുറുകി കിട്ടും. കാര്യം നമ്മളിതിൽ കാഷ്നട്ടൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ. വീണ്ടും ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് അങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് റെഡിയായി കിട്ടും കേട്ടോ. ഒരു 10 മിനിറ്റ് ഒക്കെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാവും. ഇപ്പൊ അതാണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല കുറുകി ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ടോ. അപ്പം എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കൂടെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ.